മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മിസ്റ്റർ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സസ് 18 and 19. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ അഭിഷിക്തനെ കർത്താവ് പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് എല്ലാ ബന്ധനത്തിലുള്ള വിമോചനം നൽകുവാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അഭിഷിക്തരെ കുറിച്ചാണ് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ഇടവക പള്ളിയിൽ എന്നും രാവിലെ കുറേയേറെ നേരം വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചേട്ടൻ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ, എന്നും ഇങ്ങനെ വന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ വൈദികർക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനു വേണ്ടിയുമാണ് ഞാൻ ഈ പ്രാർത്ഥന കാഴ്ചവെക്കുന്നത്. മൈ ഗോഡ്, അല്പം കുറ്റബോധത്തോടെയാണ് ഞാനത് കേട്ടത്. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. വൈദികർക്ക് വേണ്ടിയും സമർപ്പിതരായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനു വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അത് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവരെ ദൈവം തെരഞ്ഞെടുത്ത് ഒരു വലിയ ദൗത്യമേൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതം ധന്യമാണ് എങ്കിൽ സഭ അതുവഴി ധന്യമാവുകയാണ്. അവിടെ ഒരുപക്ഷെ ഒന്ന് ഇത് കേൾക്കുന്നവർ ആത്മശോധന ചെയ്യണം. വൈദികർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ധാരാളം പേരുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് ആത്മശോധന ചെയ്യണം. എനിക്ക് എന്റെ രൂപതയിലുള്ള അല്ലെങ്കിൽ എന്റെ ചുറ്റുവട്ടത്തിലുള്ള എന്റെ ഇടവകയിലുള്ള വൈദികർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള ഒരു കടമയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അതുപോലെ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അവിടെയൊക്കെ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ഹൃദയ തീരുമാനം എടുത്തേ പറ്റൂ. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.